ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം. ചട്ടം 267 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗ് നോട്ടീസ് നൽകി. ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ശക്തമായ പ്രതിഷേധത്തിന് പ്രതിപക്ഷം തീരുമാനിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരും. ജിഷ്ണു, ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം വരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. അനധികൃത കുടിയേറ്റക്കാർ, മരിച്ചുപോയവർ വരെ പട്ടികയിൽ ഇപ്പോഴും സജീവമായുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു? ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ ആവശ്യം. ചട്ടം 267 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗ് നോട്ടീസ് നൽകി. ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ശക്തമായ പ്രതിഷേധത്തിന് പ്രതിപക്ഷം തീരുമാനിച്ചുവെന്ന വിവരവും പുറത്തുവരുന്നു. ജിഷ്ണു കൃഷ്ണനിലേക്ക്. ജിഷ്ണു, എന്തുകൊണ്ടാണിപ്പോൾ ആം ആദ്മി പാർട്ടി, അത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണല്ലോ, എന്തുകൊണ്ട് രാജ്യസഭയിൽ ചർച്ച ചെയ്യണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു? കൃഷ്ണരാജ്, രാജ്യസഭയിലും ലോക്സഭയിലും ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അന്വേഷണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ പ്രതിപക്ഷ അംഗങ്ങൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നിലവിലിപ്പോൾ സഭാ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ചെയറിനടുത്തേക്ക് എത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടുകയുമാണ്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ലോക്സഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വയ്ക്കുകയാണ്. രാജ്യസഭാ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ലോക്സഭയിൽ ഇന്ന് കേന്ദ്ര സർക്കാർ 2 ബില്ലുകൾ പാസ്സാക്കിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്ന് മർച്ചന്റ് ഷിപ്പിംഗ് ബില്ല് 2024, കൂടാതെ ഗോവ നിയമസഭയിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക്, ഗോത്ര വിഭാഗങ്ങൾക്ക് കൂടുതൽ നിയമസഭാ സീറ്റുകളിൽ സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ബില്ല്. ഈ 2 ബില്ലുകളും ലോക്സഭയിൽ പാസ്സാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് അത് ലോക്സഭയിൽ നേരത്തെ അവതരിപ്പിച്ച ബില്ല് പാസ്സാക്കിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലോക്സഭയിൽ വലിയ രീതിയിൽ പ്രതിപക്ഷം ബഹളം തുടരുകയാണ്. സ്പീക്കർ ഇതിനോടകം തന്നെ നിരവധി തവണ പ്രതിപക്ഷ അംഗങ്ങളോട് സീറ്റുകളിൽ പോയിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ബീഹാർ വോട്ടർ പട്ടിക, കൂടാതെ പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ചർച്ച വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള പ്രതിഷേധം, സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന പ്രതിഷേധം പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചത് 4ാം ദിവസമാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലും സഭാ നടപടികൾ 1 മിനിറ്റ് പോലും തുടർച്ചയായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ പാർലമെന്റ് സ്തംഭിപ്പിക്കുന്ന രീതിയിലാണ്. അതിന് രൂക്ഷമായ വിമർശനം കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒന്ന്, പാർലമെന്റ് നടത്തിപ്പിന് വലിയ തുക ചിലവഴിക്കുന്നുണ്ട്. അത് രാജ്യത്തിൻ്റെ വികസനത്തിനും മുൻപോട്ട് പോക്കിനും ഉതകുന്ന ചർച്ചകളും നടപടികളും ഉണ്ടാകണം. അതെല്ലാം മുടക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏത് വിഷയങ്ങളിലും ചട്ടമനുസരിച്ച് രാജ്യസഭയിലും ലോക്സഭയിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി JP നദ്ദയും ലോക്സഭയിൽ അർജുൻ റാം മേഘ്വാളും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയെങ്കിലും ചർച്ച വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുക, ചർച്ചയ്ക്കുള്ള അവസരമൊരുങ്ങുമ്പോൾ അത് മുടക്കിക്കൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക, ഈ സമീപനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. ഇപ്പോൾ ലോക്സഭ പ്രതിപക്ഷ ബഹളം കാരണം പിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലും സമാനമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 11 മണിക്ക് സഭ ആരംഭിക്കും, മിനിറ്റുകൾക്കകം പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തും, 12 മണി വരെ നിർത്തിവെക്കും, 12 മണിക്ക് സഭ ആരംഭിക്കുമ്പോൾ വീണ്ടും പ്രതിപക്ഷം ബഹളം വയ്ക്കും, 2 മണി വരെ നിർത്തിവെക്കും, പിന്നീട് നാളത്തേക്ക് പിരിയും. ഈ ഒരു നടപടിയാണ് കഴിഞ്ഞ 3 ദിവസമായി സഭയിലുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ലോക്സഭ 2 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ ബഹളം കാരണം ലോക്സഭാ നടപടികൾ 2 മണി വരെ നിർത്തിവെച്ചിരിക്കുന്നു. യാതൊരു തരത്തിലും സഭാ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ സ്പീക്കറുടെ ചെയറിനേക്ക് അടുത്തേക്ക് എത്തി പ്രതിഷേധം നടത്തുകയും പ്ലക്കാർഡുകൾ ഉയർത്തുകയും അതിരുവിട്ട പ്രതിഷേധവുമാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയ്ക്കുള്ളിൽ നടത്തുന്നത്. മുൻപും സഭയ്ക്കുള്ളിൽ പ്രതിഷേധങ്ങളും ബീഹാർ വോട്ടർ പട്ടിക, അതിലെ കണ്ടെത്തലുകൾ, പരിഷ്കരണത്തിലൂടെ കണ്ടെത്തിയത് അനധികൃത വോട്ടുകൾ, ഇതൊക്കെയും തിരിച്ചടിയാകുമെന്ന ഭയമാണോ ഇത്തരം പ്രതിഷേധങ്ങളിലൂടെ
മനസ്സിലാക്കേണ്ടി വരുന്നത്? കൃഷ്ണാജി, അതിലെ വസ്തുതകൾക്കപ്പുറത്തേക്ക് ഇത്തരത്തിൽ പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുക, അതിൽ മാധ്യമ ശ്രദ്ധ നേടുക എന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ഈ ഉയർത്തുന്ന വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നൊരു മറ്റൊരു ചോദ്യമാണ്. കാരണം ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുമ്പോൾ കുറച്ചു കാലം മുമ്പ് ഒരു സഭാ സമ്മേളന കാലയളവ് മുഴുവൻ പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയത് പെഗാസസ് വിഷയം ഉയർത്തിക്കൊണ്ടായിരുന്നു. പെഗാസസ് രാജ്യത്തിൻ്റെ ധാർമ്മികതയ്ക്കെതിരാണ്. ഈ പ്രതിപക്ഷ അംഗങ്ങളുടെ ഫോൺ ചോർത്തുന്നത് തുടങ്ങി വലിയ ബഹളം വെച്ചുകൊണ്ടൊരു സഭാ സമ്മേളന കാലയളവ് മുഴുവൻ പ്രതിപക്ഷം പെഗാസസ് വിഷയത്തിൽ തടസ്സപ്പെടുത്തിയിരുന്നു. എന്നാൽ അടുത്തിടെ രാജ്യത്തെ പരമോന്നത കോടതി, സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് രാജ്യസുരക്ഷയ്ക്ക്, രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടി പെഗാസസ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, അതൊരു രാജ്യ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുമ്പോൾ ആ വിഷയത്തിൽ ഒരു സഭാ കാലയളവ് മുഴുവൻ തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷം രാജ്യത്തെ ജനങ്ങളോട് എന്ത് മറുപടി പറയും എന്നുള്ളതാണ്. അത്തരത്തിൽ യാതൊരു തരത്തിലും എടുക്കുന്ന വിഷയങ്ങളിൽ ആത്മാർത്ഥതയ്ക്കപ്പുറത്തേക്ക് പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുക, മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുക, സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം നടത്തുക എന്നൊരു ചുറ്റുപാടിലേക്കാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടാണ് പ്രതിപക്ഷ അംഗങ്ങൾ സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസും ആം ആദ്മിയും ഉൾപ്പെടെ. ഒപ്പം കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടത്തിവരുന്ന ഇത്തരം അന്വേഷണങ്ങൾ പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി രാജ്യത്തേക്ക് എത്തിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാർക്കുൾപ്പെടെ വോട്ടർ പട്ടികയിൽ സ്ഥാനം നേടുന്നതിന് ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നു എന്നുള്ളത് വിവിധ തരത്തിലുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ബീഹാർ വോട്ടർ പട്ടികയിലും സമാനമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. ഇത്തരക്കാരെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും അന്തിമ പട്ടിക രൂപീകരിക്കുക എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ കർശനമായ പരിശോധന നടത്തും എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് അനധികൃതമായി വോട്ടവകാശം നേടിയെടുത്തിട്ടുള്ളവർക്കും അതിന് സഹായിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ അന്വേഷണം തിരിച്ചടിയാകും എന്ന കാര്യത്തിലും സംശയമില്ല. കൃഷ്ണരാജ്, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണ.